ഹായ് ഗൈസ്, വെൽക്കം ടു ദ ന്യൂ ബ്രാൻഡ് വീഡിയോ ഓഫ് KPCR15. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വീക്കിലുണ്ടായ BTCയുടെ ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺ വീഡിയോയാണ്. ഓക്കെ, ഇതെന്താണെന്ന് പറഞ്ഞാൽ കറക്റ്റ് എക്സാക്ട് ഡേറ്റ് നവംബർ 12 ഉണ്ടായ ഒരു ട്രേഡാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ യൂസ് ചെയ്യാറുള്ള സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CRT + ICT എന്നുള്ള രൂപത്തിലാണ് ഞാൻ യൂസ് ചെയ്യാറുള്ള ഒരു കോൺസെപ്റ്റ്. നമ്മളുടെ ഒരു ട്രേഡിംഗ് സൈക്കോളജി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ട്രേഡിംഗ് എന്താണ് നമ്മളുടെ ഒരു കോൺസെപ്റ്റ് എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സിംഗിൾ വേർഡിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ ഇതാണ് മറ്റേതാണ് ഒരു വലിയൊരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് പോലെ ഇതാണ് എൻ്റെ ട്രേഡിംഗ് രീതി എന്ന് പറയുന്നതിനേക്കാട്ടപ്പുറത്തേക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ട്രേഡിങ്ങിനെ മാക്സിമം സിമ്പിളാക്കി വെക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു എന്താണ് നിങ്ങളുടെ ഒരു ട്രേഡിംഗ് ശൈലി എന്ന് ചോദിച്ചാൽ ഒരു വൺ വേർഡിൽ പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് ബ്രേക്ക് ഡൗൺ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ആദ്യം വീക്കിലി ടൈം ഫ്രെയിമിൽ നിന്ന് വ്യക്തമായിട്ടുള്ള തുടങ്ങാം. ഓക്കെ, നമുക്കറിയാം വീക്കിലി ടൈം ഫ്രെയിമിൽ തന്നെ ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു ടർട്ടിൽ സൂപ്പ് നടന്നിട്ടുണ്ട്. ടർട്ടിൽ സൂപ്പ് നടന്നതിന് ശേഷം ഈ ഒരു ക്യാൻഡിലിന് താഴെയായിട്ട് ഇവിടെ എന്ത് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിനെ റിയാക്ട് ചെയ്തു, വീണ്ടും ടർട്ടിൽ സൂപ്പ് അടിച്ചു. അങ്ങനെയാണ് മാർക്കറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, താഴേക്ക് മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ടൈം ഫ്രെയിംസിൻ്റെ അനാലിസിസിൽ മേജറായിട്ടുള്ള ഇനി അടുത്തൊരു ലിക്വിഡിറ്റി പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിക്വിഡിറ്റി പോയിൻ്റാണ്, അതായത് ഈ വീക്കിലിയുടെ FVG. ഓക്കെ അല്ലേ, നമുക്ക് ആദ്യം അതൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അത് മാർക്ക് ചെയ്തു. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഇതൊരു ലോ അല്ലേ, ഇതൊരു ലിക്വിഡിറ്റി പോയിൻ്റ് അല്ലേ എന്നുള്ളൊരു കാര്യം ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ വ്യക്തമായിട്ടുള്ള ഡീലിംഗ് റേഞ്ചിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ ഒരു ലോയികളും അല്ലെങ്കിൽ ഇവിടെ വന്നു മാർക്കറ്റ് ഇവിടെ വന്നു റിട്രേസ് ചെയ്തു, അടുത്തൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, അങ്ങനെയല്ല. വ്യക്തമായിട്ടുള്ളൊരു സിംഗിലോയ ആവണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ വന്നു മാർക്കറ്റ്, ഇതുവരെ മാർക്കറ്റ് മൂവ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് ഒന്ന് റിട്രേസ് ചെയ്തു, അതിനുശേഷം വീണ്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും എന്ത് സംഭവിച്ചു, ഒരു പമ്പ് ഉണ്ടായി. ഓക്കെ, ആ പമ്പ് ഇവിടെ വന്ന് അവസാനിച്ചു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്തെങ്കിലും ഇതിന് മുകളിൽ കറക്റ്റ് ഈ ഒരു പോയിന്റിന് മുകളിലായിട്ട് മാർക്കറ്റിന് ബോഡി ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊരു ആക്ച്വലി ഒരു വ്യക്തമായിട്ടുള്ള ഒരു സിംഗിളോ പോയിന്റ് എന്ന് നമുക്ക് ഒരു കാരണവശാലും ഈ ഒരു പോയിന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ പകരം ഇത് ഈ ഒരു രൂപത്തിൽ, അതായത് ഇങ്ങനെ വന്നു, ഈ ഒരു ബോഡി ഇങ്ങനെ ക്ലോസ് ചെയ്തിരുന്നുവെങ്കിൽ ഇതൊരു വ്യക്തമായിട്ടുള്ളൊരു സിംഗിളോ പോയിൻ്റാണ്, അല്ലെങ്കിൽ ഒരു മേജറായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി പോയിൻ്റാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബോഡി ക്ലോസ് വ്യക്തമായിട്ട് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പോയിന്റിനെ ആ ഒരു പ്രാധാന്യത്തിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു FVGയിലേക്ക് മാർക്കറ്റ് എത്തും എന്നുള്ളതായിരുന്നു. ഓക്കെ, അതായിരുന്നു എൻ്റെ മൊത്തത്തിലുണ്ടായിരുന്ന ഒരു ബയാസ്. ഓക്കെ അല്ലേ, ഒരു വീക്കിലിയിൽ ഈ രൂപത്തിലാണത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓൾസോ നമുക്കൊരു ഡീലിംഗ് റേഞ്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ഒരു ഷോർട്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തിരുന്നത്, പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിനുള്ള വ്യക്തമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഷോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ CRT ബയാസിൽ വ്യക്തമായിട്ട് ഹയർ ടൈം ഫ്രെയിംസിൻ്റെ ഒരു കീ ലെവൽ ഉണ്ടാവണം. ആ കീ ലെവലിൽ വ്യക്തമായിട്ടുള്ള CRTകൾ ഫോം ആവണം, അതല്ലെങ്കിൽ SMTകൾ ഫോം ആവണം. അതിനുശേഷം 1 hour ITFൽ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലോവർ ടൈം ഫ്രെയിമിൽ പോയി എൻട്രീസിനെ ഫ്രെയിം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ പാത്തിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായാൽ അവിടെ വ്യക്തമായിട്ട് നമുക്ക് എൻട്രി ഇല്ല എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ അല്ലേ, ഒരുപാട് എൻട്രി എടുക്കുന്നതിലല്ല കാര്യം, അവിടെ നമ്മൾ വ്യക്തമായിട്ടുള്ള സെറ്റപ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒത്തണമെങ്കിൽ ഒരു സെറ്റപ്പ് വന്നു, അത് SL അടിച്ചാലും അത്രയേ ഉള്ളൂ. പക്ഷേ പകരം നമ്മൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല എങ്കിൽ അത് എൻട്രി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയയിലേക്ക് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രൂപത്തിലായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. വീക്ക്ലി ബയാസിൽ ഇതായിരുന്നു എൻ്റെ വ്യൂ. ഞാൻ ഡെയിലി നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കാണാം. മാർക്കറ്റ് ഇവിടെ ഒരു FVG ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ഡെയിലി FVG ഉണ്ടായിരുന്നു. ആ ഡെയിലി FVG മാർക്ക് ചെയ്തു. ആ FVGയെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ മിറ്റിഗേറ്റ് ചെയ്തു, ഒരു CRT ക്രിയേറ്റ് ചെയ്തു. ശരിയല്ലേ, ഇതൊരു CRT ആയിരുന്നു, ഒരു മോഡൽ 2 CRT ആയിരുന്നു. CRT മിറ്റിഗേറ്റ് ചെയ്തു, അതിൻ്റെ ലോ ടേക്ക് ഔട്ടും ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ FVG മിറ്റിഗേറ്റ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ക്യാൻഡിലിന് താഴെയായിട്ട് എന്ത് ചെയ്തു,
ക്ലോസ് ചെയ്തു. അതായത് ഇതെന്തായി മാറി? ഒരു ഡെയിലിയുടെ ഒരു മോഡൽ 1 ഓർഡർ ബ്ലോക്കായി മാറി അല്ലേ? ഈ ക്യാൻഡിലിന് താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പർജും ലഭിച്ചു, അതിനുശേഷം ഓർഡർ ബ്ലോക്കിന് താഴെയായിട്ട് ഈ ഒരു ക്യാൻഡിലിന് താഴെയായിട്ട് എൻഗൾഫും ചെയ്തു. ദെൻ അതെന്താണ്? ഒരു ഡെയിലി ബയാസിൻ്റെ മോഡൽ 1 ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, അതും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഓൾസോ നിങ്ങൾ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എഫ് ഇ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഒരു എഫ് ഇ ഉണ്ടായിരുന്നു താഴേക്ക്. ഇവിടെ ഇതിന് എന്തും ചെയ്തു, ഇൻവേർഷനും ചെയ്തു, അഥവാ ഇൻവേർഷണൽ എഫ് ഇ കൂടെയാണിത്. ഓക്കെ, ഇപ്പോൾ ഒരു മൾട്ടി കൺഫർമേഷൻ എന്നുള്ള രൂപത്തിലായി. അതായത് മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള സാധ്യത ഇച്ചിരി കൂടെ എന്തായി എന്നുള്ളതാണ്, ബലമായി എന്നുള്ളതാണ്. അപ് ടു ഏത് വരെ? ഈ ഒരു വീക്കിലി എഫ് ഇ ജി വരെ. ഓക്കെ, അപ്പോൾ എൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം, അപ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ ഈ ഒരു മോഡൽ 1 ഓർഡർ ബ്ലോക്കിൽ വന്നതിന് ശേഷം ഇവിടെ നിന്ന് വ്യക്തമായിട്ടുള്ള സി ആർ ടികൾ ലഭിച്ചാൽ അവിടെ നിന്ന് ട്രേഡ് ചെയ്യാം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അതാണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തതും. ഓക്കെ അല്ലേ? ദെൻ ഞാൻ വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഡൽ 1 ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വരാൻ വേണ്ടിയിട്ടാണ്. ഇതായിരുന്നു എൻ്റെ ഓർഡർ ബ്ലോക്ക്, ഇതായിരുന്നു ഇൻവേർഷൻ. നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടുന്ന് എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് കാണാം. എന്ത് ചെയ്തു? നമ്മളുടെ കീ ലെവലിൽ ടാപ്പായി. അപ്പോൾ ഇവിടെ നമ്മളുടെ സി ആർ ടി പ്രകാരം നമ്മൾ ആദ്യത്തെ കേസ് ഇവിടെ എന്തായി സംഭവിച്ചു? ഹയർ ടൈം ഫ്രെയിമിൻ്റെ കീ ലെവൽ. ഓക്കെ, അത് ഓൾറെഡി ടാപ്പായി. രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? ഹയർ ടൈം ഫ്രെയിമിൻ്റെ അല്ലെങ്കിൽ 4 ഹവറിൻ്റെ എന്ത് സി ആർ ടി, അതും ഇവിടെ എന്തായി? വാലിഡായി. അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൻ്റെ കീ ലെവലിൽ ടാപ്പായി. ഇവിടെ നിന്ന് തന്നെ ഹയർ ടൈം ഫ്രെയിമിൻ്റെ 4 ഹവറിൻ്റെ സി ആർ ടി ലഭിച്ചു. നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു ഏരിയ പർജ് ചെയ്ത സമയത്ത് തന്നെ, അതായത് മോഡൽ 1ൻ്റെ ഓർഡർ ബ്ലോക്ക് ആ മോഡൽ 1 കീ ലെവലിലേക്ക് ടാപ്പ് ചെയ്തു. കീ ലെവലിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് സി ആർ ടി ഫോമായി. ഈ പർജ് ചെയ്ത ഈ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എൻട്രീസ് പ്ലാൻ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം അതൊന്ന് മാർക്ക് ചെയ്യാം. സി ആർ ടി ഹൈ, ഇതൊരു സി ആർ ടി ലോ. ഓക്കെ, ദെൻ 1 അവർ കൂടെ നമുക്ക് നോക്കാം. 1 അവറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വ്യക്തമായിട്ടുള്ള ലിക്വിഡിറ്റി എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്? മുകളിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എല്ലാം വ്യക്തമായിട്ടുള്ള ലിക്വിഡിറ്റീസ് ഉപേക്ഷിച്ചിട്ടാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. ഇനി അടുത്തതിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഈ ഹൈ പർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഹൈ പർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഹൈ ഇവിടെ പർച്ച് ചെയ്തു. നേരെ ഞാൻ 50 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തു. അതായത് ബാക്കിയുള്ള കാര്യങ്ങൾ 1 അവറിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ITF-ലൊന്നും വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നിയില്ല. ദെൻ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കോൺഫിഡൻസുകളെല്ലാം തന്നെ ഉണ്ട്. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എൻട്രീസിനെ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇത് എന്തായിരുന്നു? ആ സി ആർ ടി പർജ്. അത് സി ആർ ടി ഹൈ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാക്കിയ ഇമ്പൾസീവായിട്ടുള്ള ക്യാൻഡിൽ എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്യാൻഡിലിനെ വേണമെങ്കിൽ എടുക്കാം. വളരെ അഗ്രസീവായിട്ട് പുഷ് ചെയ്യുന്നവർക്കാണ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ക്യാൻഡിൽ പർച്ച് ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു? എൻഗൾഫായി. ഓക്കെ, ഇവിടെ വെച്ചിട്ട് തന്നെ എന്ത് സംഭവിച്ചു? എൻഗൾഫായി. ഹൈ പർച്ച് ചെയ്തു, അതിനുശേഷം ഇവിടെ വെച്ചിട്ട് തന്നെ എൻഗൾഫായി. അങ്ങനെയാണ് എങ്കിൽ ഈ എൻട്രി നമുക്ക് എന്ത് ചെയ്യാം? ഓപ്റ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, ഞാൻ ഈ എൻട്രി ആയിരുന്നു പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടാർഗറ്റ് ചെയ്തുവരെ ഇതുവരെ സി ആർ ടി ലോ വരെ ഇത് തന്നെ 1:6 അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് എൻട്രി ആയിട്ട് നിങ്ങൾക്ക് കരുതാം. രണ്ടാമത്തെ എൻട്രി വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇതിന് താഴെ ബ്രേക്ക് ചെയ്താൽ അടുത്ത എൻട്രി കയറാം. നമുക്ക് നോക്കാം. ഇവിടെ വെച്ച് നമ്മൾ എൻട്രി ആക്റ്റീവായിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് ഇതിപ്പോൾ അടുത്ത എൻട്രി, ഇവിടെ വെച്ചിട്ട് അടുത്ത ഈ ഒരു ഫുൾ സ്ട്രക്ചറിനെ തന്നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ വേണമെങ്കിൽ ഈ ഇവിടെ എൻഗൾഫായി ഈ ഒരു ക്യാൻഡിൽ ഇതിന് താഴെ ബോഡി ക്ലോസ് ചെയ്തു. ദെൻ തൊട്ടടുത്ത ക്യാൻഡിൽ റീടെസ്റ്റ് ചെയ്തു. ഇവിടെ നിന്ന് എന്ത് ചെയ്യായിരുന്നു? നമുക്ക് അടുത്ത എൻട്രി കയറായിരുന്നു. ഇതായിരുന്നു അടുത്ത എൻട്രി. ഓക്കെ, അപ്പം അങ്ങനെ ഈ 2 എൻട്രീസും നമുക്കിവിടെ എന്ത് ചെയ്യായിരുന്നു? പ്ലാൻ ചെയ്യായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈസി ആയിട്ട് ടീപ്പ് അടിച്ചു. ഓൾമോസ്റ്റ് 1:6 RRൻ്റെ ട്രേഡായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ സൈക്കോളജി. നമ്മളിവിടെ നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പേ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, വ്യക്തമായിട്ടൊരു കീ ലെവൽ ഉണ്ടായിരുന്നു. ആ കീ ലെവലിൽ വ്യക്തമായിട്ടുള്ള സി ആർ ടികൾ ഫോമായി. ഓക്കെ, അതിനുശേഷം ITF-ലേക്ക് വന്നു. ITF-ലേക്ക് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടി. ക്ലാരിറ്റി കിട്ടിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? ലോ ടൈം ഫ്രെയിമിൽ വന്ന് എൻട്രി പുഷ് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.